സുഹൃത്തുക്കളെ, ഞാനിന്ന് ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് ഇവിടുത്തെ ജാതി വ്യവസ്ഥ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട പിഷാരടിയെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ള നിയോജക മണ്ഡലത്തിൽ ഭീകര സംഘടന എന്ന് വിശേഷിപ്പിക്കുന്ന സംഘപരിവാർ ശക്തികളുടെ ഒരു കേന്ദ്രമായി മാറിയ സ്ഥലത്ത് പിഷാരടിയെ പോണക്കുള്ള ഒരു ഹൈന്ദവനെ വഴി തടയുന്ന ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങളെന്നെ മറ്റൊരു രീതിയിൽ കാണരുത്. ഞാൻ യാഥാർത്ഥ്യങ്ങളെ അവലോകനം ചെയ്യുകയാണ്. പിഷാരടി പോലെയുള്ള അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ആയിക്കോട്ടെ, അത് നമുക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും സംഘപരിവാരും ശക്തികളും ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവനും ഇത് യാഥാർത്ഥ്യമാണ്. അപ്പം ഹൈന്ദവനായ പിഷാരടിയെ തടയുമ്പോൾ മറ്റുള്ള സമുദായത്തിലുള്ള ആൾക്കാർ എത്രമാത്രം ഇവരുടെ തിട്ടൂരത്തെ ഭയപ്പെടേണ്ടി വരും എന്നുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുന്നത്. അപ്പം ഇതിന് 2-3 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഹിന്ദു എന്ന പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ അട്ടിപ്പേറവകാശം ഏറ്റെടുത്തിരിക്കുന്ന RSS BJP സംഘപരിവാർ ശക്തികൾക്ക് ഒരു ഹിന്ദുവിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ ഇവിടുത്തെ പട്ടികജാതിക്കാരനെയും ദലിതനെയും ഒക്കെ ഏത് രീതിയിൽ അവർ കൈകാര്യം ചെയ്യുമെന്ന് ഇവിടുത്തെ പട്ടികജാതിക്കാരനും ദലിതനും ഈഴവരായ സമൂഹങ്ങളും ഒക്കെ കണക്ക് കൂട്ടുക. ശോഭാ സുരേന്ദ്രനെ പോലുള്ള സാധാരണ വ്യക്തികളെ അവിടെ തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണല്ലോ സംഘപരിവാർ ശക്തികൾ. ഒരു കാരണവശാലും ശോഭാ സുരേന്ദ്രൻ അവിടെ ജയിക്കാൻ പാടില്ല എന്ന് കണ്ടുകൊണ്ടാണ് അവിടെ ആ വഴിതടയൽ നടത്തിയത്. കാരണം ഈഴവ സ്ത്രീയായ ശോഭാ സുരേന്ദ്രൻ ഒരു കാരണവശാലും അവിടെ ജയിക്കരുത് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് BJP സംഘപരിവാർ ശക്തികൾ അവിടെ പിഷാരടിക്ക് വഴിയൊരുക്കി കൊടുത്തത് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ശൂദ്ര ലോബികൾ കണ്ടവാനം ജാതിയെ വേർതിരിച്ച് കാണുന്നതിന് ഉദാഹരണങ്ങളാണ് അതൊക്കെ. ഏതെങ്കിലും രീതിയിൽ ഇവിടുത്തെ മറ്റുള്ള വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് പിഷാരടിക്ക് വോട്ട് കുത്തിച്ച് ഈഴവ സമുദായത്തിൽപ്പെട്ട ശോഭാ സുരേന്ദ്രനെ എങ്ങനെ താഴെ ഇറക്കാമെന്നുള്ള വിശകലനത്തിലാണല്ലോ അവർ ആ ഒരു പരിപാടി ചെയ്തത്. അപ്പം ശോഭാ സുരേന്ദ്രനുമൊക്കെ മനസ്സിലാക്കുക, നിങ്ങളെന്നും ശൂദ്രരും താഴെയാണ് ജാതിയിൽ, അതുകൊണ്ട് നിങ്ങളെ ഉയർത്താൻ അവർ ഒരിക്കലും താല്പര്യപ്പെടുത്തത്തില്ല. അപ്പം അതാണ് അതിൻ്റെ. അതേസമയം അവിടെ ഒരു നായരോ ഒരു പിഷാരടിയോ ഒക്കെ ആയിരുന്നുവെങ്കിൽ അവർ ഈ പരിപാടിയും അഹങ്കാരമൊന്നും കാണിക്കില്ലായിരുന്നു എന്നും നാം മനസ്സിലാക്കണം. അതിന് ഉദാഹരണമാണല്ലോ ഡോക്ടർ TN സരസു. കഴിഞ്ഞ ഇലക്ഷനിൽ അവർ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്ന ഒരു ബിംബമായിരുന്നു. ദലിത് ആദിവാസി സമൂഹത്തിൽ നിന്നൊക്കെ പട്ടികജാതിക്കാരിൽ നിന്നുമൊക്കെ ഉണ്ടായ ഒരു കേരള യൂണിവേഴ്സിറ്റി റിട്ടയർഡ് പ്രൊഫസറും ഒക്കെ ആയ ആ സ്ത്രീയെ ഇന്ന് അവർ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്ത് നിർത്തിയിരിക്കുന്നതെന്ന് ഒക്കെ ആ സ്ത്രീ തന്നെ നമ്മളോട് വിളിച്ചു പറഞ്ഞു. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. അപ്പം പട്ടികജാതിക്കാരനായാലും ഈഴവ സ്ത്രീ ആയാലും നിങ്ങൾ എത്ര ഹൈന്ദവം പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങളെ അവർ അടിച്ചമർത്തുക മാത്രമേ ഉള്ളൂ. അപ്പം പിഷാരടിക്ക് ഏത് രീതിയിൽ അവിടെ ഉയർന്നു വരാൻ പറ്റും എന്നവർ റിസർച്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഒരു വഴിതടയൽ അവർ തന്നെ ക്രിയേറ്റ് ചെയ്തത്. അപ്പം പിഷാരടി അവിടെ ജയിക്കും
എന്നുള്ളതിൻ്റെ 80% കൂടുതൽ ഉറപ്പാക്കി അവർ ഇലക്ഷൻ പ്രചരണം നടത്തുന്നു. നിങ്ങൾ കഥയറിയാതെ ആട്ടം കാണുന്ന ഒരു വെറും അയിത്തജാതിക്കാരിയായിട്ടാണ് അവർ നിങ്ങളെ ഇപ്പോഴും കാണുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ, യാഥാർത്ഥ്യം. പല പല ഉദാഹരണങ്ങൾ അതിനുണ്ട്. കാരണം ഇവിടെ നിങ്ങൾ ഹൈന്ദവരാണ്, പിഷാരടി ഹൈന്ദവനാണ്, വേടൻ ദലിത് സംഘടനയിൽ ദലിത് ആണെങ്കിലും അദ്ദേഹവും ഒരു ഹൈന്ദവനാണ്. അദ്ദേഹം റാപ്പ് സംഗീതം ചെയ്ത് ഇവിടുത്തെ പ്രധാനമന്ത്രിയെക്കാളിലും കൂടുതൽ ആൾക്കാരെ ഒരു സ്റ്റേജിൽ ആകർഷിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ വേടൻ. അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയിൽ, അദ്ദേഹത്തിൻ്റെ പരിപാടിയല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഇവിടെ കൊടുങ്ങല്ലൂർ പാടുന്ന ഭരണിപ്പാട്ടിനേക്കാളിലും നല്ല കൃത്യതയുള്ള, നല്ല ആശയമുള്ള രണ്ട് നല്ല പാട്ടുകൾ കേരള ജനതയുടെ മുൻപിൽ അവതരിപ്പിച്ച വേടൻ്റെ ഒരു പാട്ട് ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് ഗാനമേള ട്രൂപ്പിൽ പാടുന്നതിന് വിലക്കേർപ്പെടുത്തിയ ഹിന്ദുവാണെന്ന് നിങ്ങളെയും നിങ്ങൾക്ക് പിറകിൽ നടക്കുന്ന സംഘപരിവാർ ശക്തി ഒന്നും ശോഭാ സുരേന്ദ്രൻ കൃത്യമായിട്ടും മനസ്സിലാക്കുക. നിങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വലുതാണ് ഈ സംഘപരിവാറിന് ഈ കേരളത്തിൽ. പക്ഷേ ശോഭാ സുരേന്ദ്രനെ പോണക്കുള്ള വ്യക്തികൾക്ക് അതിന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥയും. പണ്ട് അംബേദ്കർ പറഞ്ഞ ഒരു വാചകം ഇപ്പം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. വാൽമീകി അവർ പട്ടികജാതിക്കാരനാക്കി ചിത്രീകരിക്കുകയും ബ്രാഹ്മണ കുലത്തിൽപ്പെട്ട അവനെ പട്ടികജാതിക്കാരനായി ചിത്രീകരിച്ച് രാമായണം എഴുതുന്നതിന് വാൽമീകിയെ പട്ടികജാതിക്കാരനാക്കി പ്രകീർത്തിച്ച് അവർ വാൽമീകിയെ അവതരിപ്പിച്ചു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി ഗാന്ധിയെ, അംബേദ്കറെ അവർ ഉപയോഗിച്ചു. എങ്കിലും അവർ എന്ത് ശോചനീയാവസ്ഥയിലാണ് നമ്മളെയൊക്കെ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. നിങ്ങളെ എന്നെയും ഈ സംഘപരിവാർ ശക്തികൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് ഒരു സമയം കഴിയുമ്പോൾ അത് തള്ളിക്കളയുന്ന ഒരു പ്രസ്ഥാനമാണ് സംഘപരിവാറുകൾ. ശോഭയ്ക്കും കൂട്ടർക്കും ഇപ്പോഴും വ്യക്തമായിട്ട് ഞാൻ പറയാം, ഈഴവ സമൂഹത്തേതിന് പോലും ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം അതാണ്. അവർക്ക് ബ്രാഹ്മണാധിപത്യം നിലനിർന്നാലേ അവരുടെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. ശോഭയ്ക്ക് ഇനിയും സമയമുണ്ട് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് ഗുഡ് ബൈ പറയുന്നതിന്. അപ്പം ശോഭ നല്ലൊരു സംഘാടകയും രാഷ്ട്രീയ പ്രവർത്തകയൊക്കെയാണ്. ഇതോടുകൂടി നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഏകദേശം 80% കൂടുതൽ കഴിഞ്ഞു എന്നാണ് വിലയിരുത്തേണ്ടത്. നിങ്ങളെ ഒരു കാരണവശാലും അവർ പാലക്കാട് ജയിപ്പിക്കില്ല. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണല്ലോ ആ വഴിതടച്ചിലും പിഷാരടിക്ക് അവിടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ അവർ കളമൊരുക്കി കൊടുത്തത്. ഇത്രയും അടിയൊഴുക്ക് നടക്കുന്ന നാട്ടിൽ ഇവിടെ വന്ന് പ്രധാനമന്ത്രിയൊക്കെയുള്ള ആയിട്ടുള്ള ഉന്നത കുല ജാതന്മാർ എന്നിട്ട് OBC ആണെന്ന് പറയും. സ്വന്തമായിട്ട് തൻ്റെ ജാതികളെ OBC ആക്കി തിരുത്തിയ പ്രധാനമന്ത്രി അവർ OBC ആയിട്ട് നാമകരണം ചെയ്ത് ഇപ്പോൾ OBC ആയിട്ട് നിൽക്കുന്നു. ഇതൊക്കെ ഏതിൻ്റെ ഭാഗമാണെന്നും എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അപ്പം ഞാൻ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പം വ്യക്തമായ കുറുക്കൻ എവിടെയായിരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ആ കുറുക്കൻ്റെ കൗശലം ആണ് ഇവിടെ സംഘപരിവാർ ശക്തികൾ ഉപയോഗിക്കുന്നത്. ആ കുറുക്കൻ്റെ കുറുക്ക് ബുദ്ധിയിൽ നാം അകപ്പെടാതെ സൂക്ഷിക്കുക. നിങ്ങൾക്കൊരു ശുഭദിനം കൂടെ നേർന്ന് നമസ്കാരം, നന്ദി.